ഇന്ത്യൻ യുദ്ധക്കപ്പലുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തി നൽകിയതിന് മുംബൈയിൽ ഒരാളെ തീവ്രവാദ വിരുദ്ധ സേന അറസ്റ്റ് ചെയ്തു. ഇയാൾ ഹണി ട്രാപ്പിന് ഇരയായെന്നാണ് സൂചന. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വർഗീയ പരാമർശം നടത്തിയതിന് നിയമവിദ്യാർത്ഥിനിയും അറസ്റ്റിലായി. പൂനെയിലെ നിയമവിദ്യാർത്ഥിനിയും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമായ ശർമിഷ്ഠ പനോളിയെയാണ് കൊൽക്കത്ത പോലീസ് ഹരിയാനയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. മുംബൈയിലെ ഒരു സ്വകാര്യ പ്രതിരോധ സ്ഥാപനത്തിലെ ടെക്നീഷ്യനായ രവി മുരളീധർ വർമ്മ എന്നയാളാണ് പിടിയിലായത്. മഡ്ഗാവ് ഡോക്യാർഡിൽ യുദ്ധക്കപ്പലുകളിൽ ഇയാൾ ജോലി ചെയ്തിരുന്നു. ഇയാൾ പാക് ചാരസംഘടനയിലെ ചിലർക്ക് 14 കപ്പലുകളുടെയെങ്കിലും വിവരങ്ങൾ കൈമാറിയെന്നാണ് വിവരം. സമൂഹമാധ്യമങ്ങളിൽ ഇയാളുടെ ചാറ്റ് വിവരങ്ങൾ ATS ശേഖരിച്ചു. പ്രീതി ജയ്സ്വാൾ എന്നൊരു അക്കൗണ്ടുമായി ഇയാൾ അടുത്ത് സംസാരിച്ചതിന് തെളിവ് കിട്ടി. ഹണി ട്രാപ്പ് നടന്നെന്നാണ് സംശയിക്കുന്നത്. നവംബർ മുതലാണ് പ്രീതി എന്ന പേരിൽ അക്കൗണ്ടിൽ നിന്ന് ഇയാൾക്ക് സന്ദേശങ്ങൾ ലഭിച്ചു തുടങ്ങിയത്. പിന്നീട് ജോലി സംബന്ധമായ സംസാരത്തിലേക്ക് കടന്നു. പ്രീതിയുടെ സുഹൃത്തെന്ന പേരിൽ മറ്റൊരാളും ഇയാളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പണം കിട്ടിയോ എന്ന കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. ഇയാളെക്കുറിച്ച് ATSൽ നിന്ന് വിവരം കിട്ടിയതിന് പിന്നാലെ 2 മാസം മുമ്പ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതാണെന്ന് കമ്പനി അധികൃതർ 24നോട് പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രിയാണ് ഗുരുഗ്രാമിലെത്തിയ കൊൽക്കത്ത പോലീസ് സംഘം ഇൻഫ്ലുവൻസറായ ശർമിഷ്ഠ പനോളിയെ കസ്റ്റഡിയിലെടുത്തത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ബോളിവുഡ് താരങ്ങൾ നിശബ്ദത പാലിക്കുകയാണെന്ന് ആരോപിച്ചായിരുന്നു ശർമിഷ്ഠയുടെ വിവാദ വീഡിയോ. ഈ വീഡിയോയിൽ പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യമിട്ടുള്ള വർഗീയ പരാമർശങ്ങളും അടങ്ങിയിരുന്നു. വീഡിയോ വിവാദമായതോടെ ഇത് നീക്കം ചെയ്യുകയും ശർമിഷ്ഠ മാപ്പ് പറയുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിലാണ് കൊൽക്കത്ത പോലീസ് കേസെടുത്തത്. അതേസമയം ശർമിഷ്ഠ മാപ്പ് പറയുകയും തെറ്റിദ്ധരുത്താൻ ശ്രമിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പോലീസ് നടപടി ഒഴിവാക്കണമെന്ന നടി കങ്കണ റണാവത്ത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. 24 മുംബൈ.